ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എസ്.കെയുടെ പുതിയ സിനിമയുടെ ഒരു ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഡയറക്ടർ സുധാ കൊങ്കാരയാണ്. സുധാ കൊങ്കാരയുടെ പടങ്ങളെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കേണ്ട കാര്യമില്ല തോന്നുന്നു. കാരണം അത്ര കിടിലൻ മേക്കിങ്ങും അത്യാവശ്യം നല്ല പൊളിറ്റിക്സും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ കഴിവുള്ളൊരു ഡയറക്ടറാണ് സുധാ കൊങ്കാര എന്ന് പറയുന്നത്. അവരുടെ ഒപ്പം തന്നെ ടീമപ്പ് ആയിട്ടുള്ള ശിവകാർത്തികൻ, അതുപോലെ തന്നെ ശ്രീലീല, രവി മോഹൻ, അഥവാ നമ്മുടെ പഴയ ജയം രവി, ഇവരൊക്കെ ടീമപ്പ് ചെയ്ത് വരുന്ന ഒരു പടത്തിൻ്റെ ഒരു ടീസർ അല്ലെങ്കിൽ ടൈറ്റിൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് ബാക്കി നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ ബാക്ക് ഷോട്ട്. സ്റ്റുഡൻസ് ഡു നോട്ട് ടച്ച് മട്ടൻ ഡോൺ പിക്ചേഴ്സ്. ഒരു മാസ്റ്റർ ഫീലൊക്കെ വരുന്നുണ്ട് വിജയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ്. പഴയ പരിപാടിയാണ് ഇത്, കാലഘട്ടം പഴയതാണ്. അഥർവ ഉണ്ട് കേട്ടോ. രവി മോഹൻ, ന്യൂ ടൈറ്റിൽ. ജയന്തി കട്ടക്കലിപ്പാണല്ലോ. പക്ക മാസ്റ്ററിലെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. രവി മോഹൻ വില്ലൻ, സേനയൊന്ന് തേവൈ. സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ആണ്, വലിയ ആർമി തേവൈ. ശിവകാർത്തികേയൻ. ഡു നോട്ട് ടച്ച് സ്റ്റുഡൻസ്, ദ സുപ്രീം പവർ പരാശക്തി. സുധാ കൊങ്കാര, GV പ്രകാശ് കുമാർ. മ്യൂസിക്. ലോഡിങ് കഴിഞ്ഞ്. സംഭവം നൈസായിട്ടുണ്ട്. വിജയുടെ കുറേ മാസ്റ്റർ എന്ന് പടത്തിലെ കുറേ ഷോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ആ വിജയ് ക്ലീൻ ഷേവ് ചെയ്ത് വരുന്ന സമയം മുതൽക്കുള്ള ഷോട്ടുകൾ ഇതിൽ ടീസറിനകത്ത് SKക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വിജയിനെ കമ്പയർ ചെയ്തുകൊണ്ട് വിജയ്ക്ക് പകരം ശിവകാർത്തികേയൻ എന്നുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അതിനെ സാധൂകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും റീച്ച് കിട്ടാവുന്ന ഒരു നടൻ തന്നെയാണ് ശിവകാർത്തികേയൻ എന്ന് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം വഴങ്ങും, ആൾക്ക് ഫ്ലെക്സിബിളാണ് മൂപ്പര്. നല്ല രീതിയിൽ കോമഡി ചെയ്യും, നല്ല ആക്ഷൻ ചെയ്യും, നല്ല പോലെ ഫാമിലി ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ അറിയാം, കുട്ടികളെ കയ്യിലെടുക്കാൻ അറിയാം, എല്ലാ കാര്യങ്ങളും പറ്റും, റൊമാൻസ് പറ്റും, എല്ലാ മേഖലയിലും തകർക്കാൻ പറ്റിയിട്ടുള്ളൊരു മുതൽ തന്നെയാണ് ശിവകാർത്തികേയൻ. ഈ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് എനിക്കിതിൽ ജയം രവി എന്നാണ് എൻ്റെ വായിൽ ഇപ്പോഴും വരുന്നത്. രവി മോഹൻ വെടിവെക്കുന്നതിന് സംഭവം ഉണ്ടല്ലോ, അത് ശിവകാർത്തികേയൻ്റെ പടം തന്നെയാണ് സംഭവം. അതിൽ കൊടുത്തിരിക്കുന്ന ശിവകാർത്തികേയൻ്റെ ലുക്ക് എനിക്ക് പേര് കേട്ട ടീച്ചർ അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഭാരതിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങേരുടെ ഒരു ലുക്ക് ലൈക്സ് ഒക്കെ തോന്നിയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മോഡൽ, മീശ, വലിയ കുറി, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി. പക്ഷേ ഈ ഒരു ശിവകാർത്തികേയൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്ന സമയത്ത്, അതായത് വലിയൊരു ആർമി വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പുതിയൊരു SKയുടെ ഫീലൊക്കെ വരുന്നു. അത്തരത്തിലല്ല മീശൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ. സോ ഭാരതിയാറിൻ്റെ കഥയെന്നൊക്കെ ഇൻസ്പയർ ആയിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഭാരതിയാറിൻ്റെ കഥയാണോ എന്ന് അറിയില്ല, അങ്ങനെയൊന്നും എവിടെയും പറയണ കേട്ടൊന്നുമില്ല, ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള പല സംഭവങ്ങളുണ്ടാവും. സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ആണ് പടം സംസാരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ജയം രവി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പ്രിൻസിപ്പൾ ആവാൻ സാധ്യതയുണ്ട്. കോളേജിൽ നടക്കുന്ന പല പരിപാടികളും, അതായത് പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. പണ്ടത്തെ കാലത്ത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാശുള്ളവൻ നല്ല രീതിക്ക് പോവും, കാശില്ലാത്തവൻ പല വഴിക്ക് പോവും, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ്. പിള്ളേരെ അടക്കി ഭരിക്കുന്ന മാനേജ്മെന്റ്, അല്ലെങ്കിൽ പൈസ ഉള്ള കുട്ടികൾക്ക് കുറെ മുൻഗണന കൊടുക്കുന്ന മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയിൽ നിന്ന് പണ്ടത്തെ ഇതൊരു റെട്രോ പടമാണ്, അതായത് പണ്ടത്തെ കാലത്തെ പടമാണ്. അപ്പം ആ സമയ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളത് നല്ല രീതിയിൽ എടുത്തു വച്ചേക്കാവുന്ന നല്ലൊരു പീരിയോഡിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പീരിയോഡിക് സ്റ്റുഡൻറ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയാം. സുധാ കൊങ്കാരി ആയതുകൊണ്ട് അക്കാര്യത്തിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്.
നല്ല കിടിലൻ ഡയലോഗുകളായിരിക്കും. ശിവകാർത്തികനെ കാണാനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. രവി മോഹനെ കാണാനാണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ ശ്രീലീലയുടെ ഒരു തമിഴ് ഡെബ്യൂ കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിൽ തെലുങ്കിലെ ഡയലോഗ് പറയുന്നുണ്ട് മുപ്പത്തേര്. ഫസ്റ്റ് തന്നെ ചാവും എന്നൊക്കെ പറയുന്ന ഡയലോഗ് തെലുങ്കിലുള്ളതാണ് തുടക്കത്തിൽ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഡു നോട്ട് ടച്ച് സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവസാനത്തെ ആ ഒരു സംഭവമൊക്കെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അഥർവയുണ്ട്. അഥർവയുടെ കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് ലാസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടത് ഈ ടീം, അതുപോലെ തന്നെ ഈ മൈക്കനൊടികൾ എന്ന് പറഞ്ഞ പടമാണ്. അതിനുശേഷം നല്ലൊരു കംബാക്ക്, നല്ലൊരു എന്താ പറയുക, സെറ്റായിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പടത്തിനകത്ത് കാണിച്ചിട്ടുള്ളത്. നല്ലൊരു ഫിസിക്കൊക്കെ ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നല്ലൊരു കംബാക്ക് ആവട്ടെ. നല്ല SK ഇതിനിടയ്ക്ക് ഏതൊരു സ്റ്റേജ് ഷോയിൽ പറയും കൂടി ഉണ്ടായി, അഥർവയുടെ ക്യാരക്ടർ ആക്ച്വലി ശിവകാർത്തികേയനെക്കാട്ടിലും അടിപൊളി ക്യാരക്ടറാണ്. സോ എന്തായാലും നല്ലൊരു ക്യാരക്ടറൈസേഷൻ തന്നെ കിട്ടട്ടെ അഥർവയ്ക്ക്. സുധാകുങ്കാരെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല പെർഫോം ചെയ്യാനുള്ള പരിപാടി കൊടുക്കുന്നുള്ള 100% ഉറപ്പാണ്. പിഴിഞ്ഞെടുത്തിട്ട് വിടുള്ളൂ. പിന്നെ ശിവകാർത്തികനെ സംബന്ധിച്ചിട്ട് സുധാകുങ്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഒരു ഫിലിമോഗ്രാഫിയിലൊരു നെക്സ്റ്റ് ലെവൽ, അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാനുള്ളതൊരു പക്ക കൊമേഴ്ഷ്യൽ ഒരു ആക്ഷൻ പടം കൂടി വന്നു കഴിഞ്ഞാൽ ചങ്ങായി വേറൊരു ലെവലിലേക്ക് എത്തും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം എന്തായാലും കണ്ടന്റ് അറിയണം, ബാക്കി അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത്. പിന്നെ GV പ്രകാശാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ടൈറ്റിൽ ടീസറിൽ കൊടുത്തിട്ടുള്ള സ്കോറിനെ വൻ കിടിലുമായിരുന്നു. നല്ല രസമുണ്ട്, ഒരു റെട്രോ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പാട്ടുകളും പിന്നെ അങ്ങേരെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ പുള്ളിക്കാരൻ അങ്ങോട്ട് എലിവേറ്റ് ചെയ്തോളും ആ സീനുകളെല്ലാം. സോ എന്തായാലും ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ്. സുധാകുങ്കാരയുടെ പടം എന്നുള്ളത് മാത്രം മതി ഇത് പ്രതീക്ഷ വയ്ക്കാനായിട്ട്. എപ്പോഴാണ് റിലീസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത്, എപ്പോഴാണെന്ന് അറിയില്ല. പിന്നെ ഈ പരാശക്തി എന്ന് പറയുന്ന പേര് അത്യാവശ്യം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി തോന്നുന്നു. അതായത് ശിവാജി ഗണേശൻ്റെ 1952 ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ പേരും പരാശക്തി എന്നുള്ളതാണ്. സോ അതിനെ ചൊല്ലിയിട്ട് ടൈറ്റിൽ അത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അവരതിൻ്റെ റൈറ്റ്സ് ഈ ഡൗൺ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീമിന് റൈറ്റ്സ് കൊടുത്തു. സോ അങ്ങനെ പരാശക്തി എന്നുള്ള പേര് തന്നെ അവരത് ഇട്ടു. നന്നായി, അടിപൊളിയായി. അപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് വന്നു തുടങ്ങി അപ്പം തന്നെ ശിവകാർത്തികേയൻ്റെ പടത്തിന്. എന്തായാലും അതെല്ലാം നന്നായി, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ടൈറ്റിൽ ടീച്ചറൊക്കെ സൂപ്പറായിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.